ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഇതിൻ്റെ റിവ്യൂ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം വിട്ടുപോയായിരുന്നു. ഇതിൻ്റെ പ്രൊഡ്യൂസർ DQ ദുൽഖർ സൽമാനെ പറ്റി പറയാൻ ഞാൻ വിട്ടുപോയി. എങ്കിലും ഞാൻ അതിനകത്ത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു DQ. എങ്കിലും ഞാൻ ഇതിന് DQവിന് വേണ്ടി മാത്രം ഇതിൻ്റെ പ്രൊഡ്യൂസർ ദുൽഖറിന് വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. ഇന്ന് അതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സക്സസ് മീറ്റ്, ലോക ചാപ്റ്റർ 1ൻ്റെ സക്സസ് മീറ്റ് ദുബായിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിനെപ്പറ്റിയും പിന്നെ ലോക ചാപ്റ്റർ 1ൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പം 100 കോടി അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റിയും ഏകദേശം ആണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഒന്ന് അവസാനം വരുന്ന കാണണം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വേഫെയർ ഫിലിംസ് ദുൽഖറിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ്. പുള്ളിക്കാരനാണ് ഈ ഒരു സിനിമ ലോക ചാപ്റ്റർ 1 പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ ഒരു നന്ദി അറിയിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദുൽഖറിന് തന്നെയാണ്. കാരണം ഇത്രയും വലിയ ഒരു സിനിമ, ഇത്രയും വലിയൊരു സിനിമ, ഞാൻ ഈ സിനിമ ഇത്രയും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ പോയി വേറെ ലെവലിലോട്ട് ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഈ പടം. അപ്പോൾ അത്രയും വലിയ ഹിറ്റാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ നമ്മൾ പടം കാണുമ്പോൾ അതിനകത്ത് എടുത്തു വെച്ചേക്കുന്ന വിഷ്വൽസ് ആയാലും VFX ആയാലും ഇതിനൊക്കെ നല്ല രീതിയിൽ പുള്ളി പൈസ മുടക്കിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഈ ഒരു പടത്തിനുമുണ്ട്. ഞാൻ ഇത് റിവ്യൂ പറയാൻ വിട്ടുപോയതാണ്, അല്ലാതെ മനഃപൂർവ്വം പറയാതിരുന്നതല്ല. DQവിൻ്റെ കാര്യം തന്നെ അറിയാം. ഇപ്പം പുള്ളിക്കാരൻ ഇപ്പോൾ വർഷങ്ങൾക്ക് 2 വർഷത്തിനൊക്കെ ശേഷമാണ് മലയാള സിനിമ ചെയ്യുന്നത്. ബാക്കിയെല്ലാം വേറെ ഇൻഡസ്ട്രിയിലൊക്കെ പോയി പടം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രിയെ പറ്റി പഠിക്കാനും പുള്ളി അതിനകത്ത് എന്നിട്ട് മലയാള സിനിമ വേറൊരു ലെവലിൽ ഒരു ലെവലിലോട്ട് എത്തിക്കാനും പുള്ളി ശ്രമിക്കുന്നുണ്ട്, പുള്ളിയും പൃഥ്വിരാജും ഒക്കെ. പക്ഷേ പുള്ളിക്കാരൻ്റെ ക്രിയേറ്റിവിറ്റി വേറെയാണ്. ഇപ്പം ഈ ഒരു പ്രൊഡക്ഷൻ ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ ഈ ലോക ചാപ്റ്റർ 1 ഈ ചന്ദ്രയ്ക്കകത്ത് പുള്ളിക്കാരൻ ചെയ്തു വെച്ചേക്കുന്ന ഒരു ഇതുണ്ട്. ഇപ്പം ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇതിനകത്ത് ചെയ്തു വെച്ചേക്കുന്ന ഒരു അടുത്ത പാർട്ടിന് വേണ്ടിയൊക്കെയുള്ള കുറച്ച് ഭാഗങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഈ സിനിമ ഭാവിയിൽ എപ്പോഴെങ്കിലും ഇപ്പോൾ ലോകത്തിലുള്ള ഏത് ആക്ടർമാരെ വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് കാമിയോ ആയിട്ടും ഗസ്റ്റ് അപ്പിയറൻസിലൊക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതേപോലുള്ള പരിപാടി ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഭാവിയിൽ വിജയ് വേണോ, സൂര്യ വേണോ, വിക്രം വേണോ, ലോകത്തിലുള്ള ഏത് ആക്ടറും ഇപ്പം മോഹൻലാൽ, ലാലേട്ടനെ വേണോ, ആരെ വേണമെങ്കിലും ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റിയ ഒരു സെറ്റ് ചെയ്താണ് ഈ പടം നിർത്തിയേക്കുന്നത്. ഇതിൻ്റെ കോപ്പിറൈറ്റും പുള്ളിക്കാരൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. കാരണം ഇത് വെച്ചിട്ട് വേറെ സിനിമയിൽ കളിക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരന് അനുവാദം കൊടുത്താൽ ഇപ്പം ക്രോസ് ചെയ്ത് വേണമെങ്കിൽ ഇതിനകത്ത് യൂണിവേഴ്സിറ്റി ഈ ഒരു പടത്തിൻ്റെ റെഫറൻസ് കൊണ്ടുവരാൻ പറ്റും. അതേപോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ DQവിന് അല്ലാതെ ഇപ്പം മലയാളത്തിലെ കുറേ പ്രൊഡ്യൂസർമാരുണ്ട്, അയ്യോ എൻ്റെ സിനിമ കാണാൻ ആളില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്ന് കരയുന്നുണ്ട്. പ്രത്യേകിച്ച് കീർത്തി സുരേഷിൻ്റെ തന്തപ്പടി സുരേഷ് കുമാറൊക്കെ കിടന്ന് പറയുന്നുണ്ട് മലയാള സിനിമ നിർത്താൻ പോകുന്നു. അത് ഇവർ നിർത്തുവാണെങ്കിൽ നിർത്തിക്കോ, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആമ്പിള്ളേരുണ്ട്, അതാണ് DQ ഒക്കെ നല്ല പടങ്ങൾ ഇറക്കുന്ന കണ്ടില്ലയോ. ലോക ചാപ്റ്റർ 1ന് ശേഷം മോളിവുഡിൻ്റെ ഒരു ലെവലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ലെവലിലോട്ട് പടം എത്തിയിട്ടുണ്ട്. കാരണം അതേപോലെ ആണ് ഇപ്പം ബോക്സ് ഓഫീസ് പ്രകടനം നോക്കുന്നത്. ഇതൊക്കെയാണ് സക്സസ് മീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെയും പല സിനിമയുടെയും സക്സസ് മീറ്റ് കണ്ടിട്ടുണ്ട്. അതായത് സിനിമയുടെ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പേ സക്സസ് മീറ്റ് എന്ന് പറഞ്ഞൊരു കേക്ക് മുറി, അതിനിട്ട് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഉടനെ കേക്ക് മുറി, അതിനിട്ട് സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഉടനെ സക്സസ് മീറ്റിൻ്റെ കേക്ക് മുറി, ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ കണ്ടിട്ടുണ്ട്. ആ തിയേറ്ററിൽ ഒരാൾക്കാരും കാണത്തില്ല, പക്ഷേ സക്സസ് മീറ്റ് അവർ നടത്തും, കേക്ക് മുറിച്ച് നടത്തും. അത് ഞാൻ വേറെ ഒരു സിനിമയുടെ കാര്യത്തിൽ പറയുന്നത്, ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ കുറച്ച് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വെറുപ്പിച്ച് എവിടെ ഓടിയിട്ടാ ഈ സക്സസ് മീറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ അങ്ങും ഇങ്ങൊക്കെ ഓടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതാണ് കറക്റ്റ് സക്സസ് മീറ്റ്. കാരണം ഉള്ള ഇതുപോലെ ഇറക്കിയെടുത്ത് എന്ന് എല്ലാം നല്ല പോസിറ്റീവ് റിപ്പോർട്ടും, അതേപോലെ തന്നെ ഓരോരുത്തർ കണ്ടു കഴിഞ്ഞവർ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കാണാൻ വേണ്ടി ടിക്കറ്റിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു. അതാണ് സക്സസ് മീറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഉടനെ കേക്ക് മുറി അതല്ല സക്സസ് മീറ്റ്. അതാദ്യം മനസ്സിലാക്കണം. ഇപ്പം തന്നെ 20 കോടിക്കകത്ത് വരെ ഒരു ഡെയിലി കളക്ഷൻ വരുന്നുണ്ട് വേൾഡ് വൈഡ് ആയിട്ട്. അതൊരു മലയാള സിനിമയാണെന്ന് ആലോചിക്കണം. അതായത് സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ, ഇപ്പോൾ ലാലേട്ടൻ്റെ പോലൊക്കെ ഉള്ള ലെവലിലുള്ള ആക്ടർമാരേക്ക് മാത്രമേ ഇതേപോലുള്ള ഒരു ഡേയിൽ തന്നെ, ഇപ്പം സിനിമ ഇറങ്ങിയിട്ട് 3-4 ദിവസം കഴിഞ്ഞ് ഇപ്പോഴും അത് കഴിഞ്ഞിട്ട് ഹോൾഡ് ചെയ്ത് ആ ഒരു ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെ ഹോൾഡ് ചെയ്ത് വരണമെങ്കിൽ അത് കുറച്ച് പാട് തന്നെയാണ്. അപ്പോൾ അത് നിലനിർത്തി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഇത് 100 കോടിയിലൊന്നും ഒതുങ്ങത്തില്ല, പടം വേറെ ലെവലിലോട്ട് പോകും. ഇതിനെല്ലാം നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പടത്തിനെ, ഇപ്പം നമുക്ക് ഈ ഒരു പടത്തിനെ ഈ ഒരു പടമാക്കി എടുക്കണമെങ്കിൽ നല്ലൊരു പൈസ മുടക്കണം. ഇത് ആദ്യം തന്നെ നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ പ്രൊഡ്യൂസർ ദുൽഖർ സൽമാനോടാണ്. ഇത്രയും നല്ലൊരു പടം മലയാളത്തിന് സമ്മാനിച്ചതിന് ദുൽഖറിനോടാണ് നന്ദി പറയേണ്ടത്. പിന്നെ ഇപ്പം എയറിലായിക്കൊണ്ടിരിക്കുന്ന 2 വ്യക്തികളുണ്ടായിരുന്നു. അവരെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. അതാരെന്ന് പറഞ്ഞാൽ ദർശന രാജേന്ദ്രനും പാർവതി ആണ് ഇതിനകത്ത് പറയുന്നത്. പാർവതി എന്ന് പറഞ്ഞാൽ ഒരു ആക്ടർ, നല്ല ആക്ടറാണ്. പക്ഷേ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ രംഗണ്ണനെ പോലെ ഒരു റോള് ഇവിടുത്തെ ലേഡീസിന് കിട്ടുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ഇപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഇപ്പം നിങ്ങൾ കണ്ടല്ലോ കല്യാണം ഏത് ലെവലിലാണ് ഈ പടം ചെയ്തു വെച്ചേക്കുന്നതെന്ന് കണ്ടു കാണുമല്ലോ. അപ്പം ഇത് വേറെ അല്ല, മലയാളത്തിൽ ചെയ്യാൻ വേറെ ആരും ഇല്ല. അപ്പോൾ ഇവർ ചുമ്മാ കിടന്ന് പറയാം, ഈ ദർശനിയാണ് ഇതുപോലത്തെ റോൾ ചെയ്യേണ്ടത്.
അത് പാർവതി. ഇവരെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഈ മലയാളത്തിൽ ഇതുവരെ ഇതുപോലെ ഒരു റോള് ചെയ്യാൻ ആരെയും കൊണ്ടും പറ്റത്തില്ല. നിങ്ങളെല്ലാവരും പറയുന്നുണ്ടല്ലോ, ലേഡീസ് സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ, ഉർവശി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, നയൻതാര. അങ്ങനെ ഒരു സാധനം ഇല്ല. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അപ്പോൾ ആകെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ സ്വന്തം ഇതിൽ തിയേറ്ററിൽ ആളുകളെ കയറ്റാൻ നോക്കണം. അതാണ് ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത്. ഇപ്പം വേണമെങ്കിൽ ഇപ്പം മലയാളത്തിൽ ഇപ്പം ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ഇപ്പം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം മലയാളത്തിൽ കല്യാണി പ്രിയദർശനാണ് ഞാൻ സജസ്റ്റ് ചെയ്തുള്ളൂ. കാരണം ഇതിന് മുമ്പത്തെ ഇറങ്ങിയ പടം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു പടം ഇത്രയും വലിയ ഹിറ്റാവുന്നു. കാരണം കല്യാണി പ്രിയദർശൻ്റെ നേരത്തെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. ഈ ഒരു സിനിമയുടെ ടീസർ ഇറങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ ഇവർ കൊണ്ട് പറ്റുമോ, ഇത് കുളവാക്കാൻ ചാൻസ് ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ കാണുമോ, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ അതൊന്നും അല്ല. അവർ ട്രെയിൻ ചെയ്ത്, ഞാൻ ഇൻ്റർവ്യൂ കണ്ടായിരുന്നു, ട്രെയിൻ ചെയ്ത് ആ ഒരു ക്യാരക്ടറായിട്ട് മാറിയിട്ടാണ് ഈ പടം ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ആക്ടർമാരെ എനിക്കിഷ്ടമാണ്. ഇപ്പം ആക്ട്രസ്മാരെയും അതേപോലെ ഇഷ്ടമാണ്. പിന്നെ ദർശന രാജേന്ദ്രനോടും പാർവതിയോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഒരു റോൾ ചെയ്യാൻ നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല. മലയാളത്തിലുള്ള ആരെ കൊണ്ടും പറ്റില്ല. ദർശനയാണോ ഈ റോൾ ചെയ്യേണ്ടത്? ഇതിനെ ചെയ്യണമെങ്കിൽ ഇത് നിങ്ങൾ കണ്ടു കാണും. ഈ ഒരു ആക്ട്രസിൻ്റെ ലുക്ക് തന്നെ ഏത് ലെവലിലാണ് അത് കാണിച്ചു വെച്ചേക്കുന്നത്, ലുക്കും പെർഫോമൻസും തന്നെ. അപ്പോൾ അത്യാവശ്യം ലുക്കെങ്കിലും വേണം ഈ ഒരു പടം ഒന്ന് ചെയ്തെടുക്കണമെങ്കിൽ. ആ ഒരു ലുക്കിൻ്റെ കാര്യത്തിൽ മലയാളത്തിൽ അങ്ങനെ ഒരു ആക്ട്രസ് ഇല്ല. ഇപ്പം കല്യാണി പ്രിയദർശൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ബാക്കിയുള്ളവരുടെ കാര്യമാണ്. പക്ഷേ അത് കോളിവുഡും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഉണ്ട്, വേറെ ആക്ട്രസ്മാരൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ ഈ ഒരു ആക്ഷൻ സീൻസ് ലേഡീസ് ഫൈറ്റിനെ വെച്ച് കൂടുതൽ ഇതാക്കി കൊടുത്തെന്ന് പറഞ്ഞാൽ, കൂടുതൽ പോപ്പുലർ ആക്കി കൊടുത്തെന്ന് പറഞ്ഞാൽ സമന്തയൊക്കെ നോക്കിയാൽ മതി. ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ സമന്തയായിട്ട് ഞാൻ അംഗീകരിക്കത്തുള്ളൂ. മലയാളത്തിൽ ഇപ്പം കല്യാണി പ്രിയദർശന് സാമന്തയെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, സാമന്ത ചെയ്യുന്ന റോള് നോക്കിയാൽ മതി. നല്ല ആക്ഷൻ സീനൊക്കെ അനായാസം ചെയ്യുന്ന ഒരു ആക്ട്രസ് ആയിട്ട് ഇപ്പം നിലവിൽ നേരത്തെ അങ്ങനെ അല്ലായിരുന്നു, നിലവിൽ അങ്ങനെ മാറിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. കാരണം ഈ ഒരു സിനിമയുടെ എന്നുവെച്ചാൽ ഈ ഒരു ഇതുപോലത്തെ സിനിമ ഇറക്കുമ്പം ഇപ്പോൾ ഇതിനകത്ത് അറിയാം, ഇത് നിങ്ങൾ കാണാൻ പോകുകയാണെങ്കിൽ ഇതിന് 3 ക്ലൈമാക്സ് ഉണ്ട്. ആദ്യത്തെ ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു ക്ലൈമാക്സ് ഉണ്ട്. ആ ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് ടൈറ്റിലെല്ലാം എഴുതി കാണിക്കുന്നുണ്ട്. ടൈറ്റിലും എല്ലാവരുടെയും പേരൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പം എന്നെ അറിയാവുന്ന കുറച്ച് പേരുണ്ട്, ഞാൻ അറിയാവുന്ന പേരുണ്ട്. അവർ അവസാനത്തെ ഒരു ഭാഗം അവർ കണ്ടിട്ടില്ല. അവർ പറയുമ്പോഴാണ് അറിയുന്നത്. ഇപ്പോൾ ഇതേപോലത്തെ ഒരു പടം ഇറങ്ങുമ്പം ഒന്നീ 3 ക്ലൈമാക്സ് ഒക്കെ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ 2 ക്ലൈമാക്സ് എങ്കിലും ആക്കി നിർത്തുക. ഇതിനകത്ത് പകുതി സസ്പെൻസ് ഈ ഓഡിയൻസിന് കാണാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള പരിപാടികൾ ഇനി ഒഴിവാക്കിയാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നി. പകുതി ഭാഗം, അവസാനത്തെ ഭാഗം എന്തായാലും കൂടുതലും പേര് ഇത് കണ്ടിട്ടില്ല. അതാണ് ഇതിനകത്ത് ഒരു ചെറിയൊരു ഇതായിട്ട് ചെറുതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ മലയാളത്തിൽ നിന്ന് ഇതേപോലുള്ള പടങ്ങൾ ഇനിയും വരണം. ഇപ്പോൾ അടുത്ത കത്തനാറിൻ്റെ ടീസർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതും നല്ലൊരു മേക്കിങ് നല്ലതായിട്ട് വന്ന് വരുന്ന ഒരു സ്റ്റോറി തന്നെയാണ്. അപ്പോൾ അതും നല്ലൊരു പടമാവട്ടെ. പിന്നെ ഇനിയും മലയാളത്തിനെ പാൻ ഇന്ത്യ ലെവലിലോട്ട് വളർത്താൻ ഇനിയും ഇതേപോലെ ഉള്ള പ്രൊഡ്യൂസർമാരെ, ദുൽഖർ സൽമാൻ തന്നെ കനിയണം ഇതുപോലത്തെ ഒരു പടങ്ങൾ വരണമെങ്കിൽ. അല്ല ബാക്കിയുള്ളവരൊക്കെ ചില്ലറ പൈസ കിട്ടിയിട്ട് ഈ ഇൻഡസ്ട്രി വളർത്താൻ പറ്റത്തില്ല. ഇതുപോലെ പൈസ എറിഞ്ഞ് തന്നെ പൈസ വളർത്താനേ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ തന്നെ ഇത് മുന്നോട്ട് വന്ന് ഇതേപോലത്തെ പടങ്ങൾ നല്ലോണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ ഇതിനകത്ത് ദുൽഖറിന് വലിയൊരു നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.